മുസ്ലിം ലീഗിലെ പുരുഷാധിപത്യത്തിനെതിരെ ഹരിത നേതാക്കളായ നെജ്മ തബ്ഷീറയും ഫാത്തിമ തഹ്ലിയയും നടത്തിയ പോരാട്ടം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിച്ചു. MSF പ്രസിഡന്റ് PK നവാസ് പാർട്ടി കമ്മിറ്റിയിൽ അശ്ലീല ഭാഷയിൽ ആക്ഷേപിച്ചുവെന്ന നെജ്മയുടെ പരാതി വനിതാ കമ്മീഷനും പിന്നീട് പോലീസും അന്വേഷിച്ച് ഇപ്പോൾ കോടതിയിലാണ്. സംഘടനാ പദവികളിലേക്ക് തിരിച്ചുവരാൻ ഈ പരാതി പിൻവലിക്കാമെന്ന് പരാതിക്കാർ പാർട്ടിയെ അറിയിക്കുകയായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ കൊളിളക്കം സൃഷ്ടിച്ച ഒരു വിവാദത്തിനാണ് ഇതോടെ അന്ത്യമാവുന്നത്. കേസ് പിൻവലിക്കണമെന്ന വ്യവസ്ഥ നെജ്മ അംഗീകരിച്ചു. ഫാത്തിമ തഹ്ലിയയും മുഫീദ തസ്നിയും മാപ്പെഴുതി നൽകുകയും ചെയ്തതോടെ മുസ്ലിം ലീഗ് നേതൃത്വം സസ്പെൻഷൻ പിൻവലിക്കുകയായിരുന്നു. യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയിലോ ദേശീയ കമ്മിറ്റിയിലോ ഉൾപ്പെടുത്തണമെന്ന നെജ്മയുടെയും തഹ്ലിയയുടെയും ആവശ്യം MK മുനീറിൻ്റെയും PMA സലാമിൻ്റെയും ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് തള്ളിയത്. മൂവരും പാർട്ടിയുടെ ശാഖാ കമ്മിറ്റിയിൽ പ്രവർത്തിക്കണമെന്നാണ് പാർട്ടി നൽകിയ നിർദ്ദേശം. പദവികൾ പിന്നീട് അനുവദിക്കാമെന്ന വാഗ്ദാനം മൂവർക്കും PK കുഞ്ഞാലിക്കുട്ടി ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും പാർട്ടിയിലെ പ്രധാനികളിൽ പലരും എതിർപ്പ് തുടരുകയായിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. PK നവാസിന്റെ കീഴിലുള്ള MSF സംസ്ഥാന നേതൃത്വത്തിനെതിരെയാണ് ഹരിത സംഘം പോരാട്ടം പ്രഖ്യാപിച്ചത്. മാധ്യമങ്ങളുടെയും ഇടതുപക്ഷത്തിന്റെയും ലിബറൽ ബുദ്ധിജീവി നിരയുടെയും പൂർണ്ണ പിന്തുണ ഹരിത നേതാക്കൾക്ക് ലഭിച്ചതോടെ ലീഗും MSF നേതൃത്വവും പതറുകയായിരുന്നു. എന്നാൽ വിവാദങ്ങൾ അടങ്ങിയതോടെ MSFനെ സംഘടനാപരമായി ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു PK നവാസ്. വേരി എന്ന തലക്കെട്ടിൽ നടന്ന ക്യാമ്പയിൻ ഇതിനായി ഉപയോഗപ്പെടുത്തി. ക്യാമ്പസിൽ SFI ലിബറലിസവും ലൈംഗിക അരാജകത്വവും നടപ്പാക്കുകയാണെന്ന വിമർശനം ഉന്നയിക്കുകയും അത് വലിയ രാഷ്ട്രീയ പ്രചാരണമാക്കുകയും ചെയ്തു. മുസ്ലിം മതസംഘടനകളുടെ പിന്തുണയും ഇതിലൂടെ PK നവാസ് നേടിയെടുത്തു. ക്യാമ്പസിൽ ലിബറലിസത്തിന് പിന്തുണ നൽകുന്ന അതേ സംഘങ്ങളാണ് വിമത ഹരിത നേതൃത്വത്തെയും പിന്തുണക്കുന്നത് എന്ന കാര്യം PK നവാസ് പക്ഷം സവിശേഷമായി ഉന്നയിച്ചു. വേരി ക്യാമ്പയിൻ്റെ സമാപനമായി കോഴിക്കോട് നടത്തിയ സമ്മേളനത്തിൽ 12,000-ഓളം പേർ പങ്കെടുത്തു. 1000-ലധികം പെൺകുട്ടികളും പങ്കെടുത്തതോടെ സംഘടനാ നേതൃത്വത്തിന് പുതിയ ആത്മവിശ്വാസം ലഭിക്കുകയായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായി 2022-ലും 2023-ലും നടന്ന ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിൽ മലബാറിലും പുറത്തും MSF വലിയ മുന്നേറ്റമുണ്ടാക്കി. മലപ്പുറത്തെ വനിതാ ക്യാമ്പസുകളിൽ പോലും MSF വൻ വിജയം നേടി. മുസ്ലിം ലീഗിൽ പുരുഷാധിപത്യമാണെന്നും പോരാട്ടം തുടരുമെന്നും പ്രഖ്യാപിച്ച ഹരിത വിമതർ KMCC വേദികളിലൂടെ പാർട്ടി പരിപാടികളിലും ഇപ്പോഴും ഉണ്ടായിരുന്നു. സാദിഖലി തങ്ങളോടും PK നവാസിനോടും വിയോജിപ്പുള്ളവർ നെജ്മക്കും തഹ്ലിയക്കും വേദികൾ നൽകി. KMCC പ്രത്യേക താൽപ്പര്യമെടുത്തതോടെ തഹ്ലിയ നിരന്തരം വിദേശ യാത്രകൾ നടത്തി പ്രസംഗങ്ങൾ നടത്തി. ഇടത് ബുദ്ധിജീവികളുടെയും മാധ്യമങ്ങളുടെയും വലിയ ലാളന ലഭിച്ച നെജ്മയും വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടു. നിരന്തരം വേദികൾ ലഭിച്ചു. പാർട്ടി നടപടികൾ നേരിട്ടെങ്കിലും സാമൂഹ്യ അംഗീകാരമുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെ നെജ്മ അതുപോലെ മുന്നോട്ടു പോയി. ഒരു പോരാളി പ്രതിച്ഛായ സൃഷ്ടിച്ച അവർ പാർട്ടിയുമായി വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന സന്ദേശം നിരന്തരം നൽകി. ഹരിത വിവാദ കാലത്തു സാദിഖലി തങ്ങളുടെയും PMA സലാമിനെയും രൂക്ഷ ഭാഷയിലാണ് നെജ്മ തബ്ഷീറ വിമർശിച്ചത്. നെജ്മയോട് പൊറുക്കാനാവില്ലെന്ന സാദിഖലി തങ്ങളുടെ നിലപാട് മയപ്പെടാൻ അതുകൊണ്ട് തന്നെ ഏറെ സമയമെടുത്തു. എന്നാൽ കേസ് പിൻവലിച്ചു പാർട്ടി പദവികളിലേക്ക് ഇവർ തിരിച്ചെത്തുന്നതോടെ ദീർഘമായ ആ അധ്യായത്തിനാണ് തിരശ്ശീല വീഴുന്നത്. PK ഫിറോസിൻ്റെയും TP അഷ്റഫ് അലിയുടെയും പിന്തുണയോടെയാണ് തഹ്ലിയയും നെജ്മയും PK നവാസിനും പിന്നീട് പാർട്ടി നേതൃത്വത്തിനുമെതിരെ കലാപത്തിനിറങ്ങിയത്. PK കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടതോടെ PK ഫിറോസ് പിന്മാറി. നെജ്മ പോരാട്ടം തുടർന്നെങ്കിലും തഹ്ലിയക്ക് അതിന് താൽപ്പര്യമില്ലായിരുന്നു. പ്രശ്നം പരിഹരിക്കാനായി തഹ്ലിയ നിരന്തരം പിൻവാതിൽ വഴി ശ്രമം നടത്തിയെങ്കിലും നേതൃത്വം വഴങ്ങിയില്ല. എളുപ്പം പൊറുക്കാനാകാത്ത പാതകമാണ് ഹരിത സംഘം ചെയ്തതെന്ന നിലപാടിലായിരുന്നു നേതൃത്വം. പിന്നീട് മുസ്ലിം ലീഗിൻ്റെ ചെന്നൈ സമ്മേളന കാലത്ത് തഹ്ലിയ നേതാക്കളെ കണ്ട് നിരുപാധികം തെറ്റി ഏറ്റുപറഞ്ഞു. തഹ്ലിയയുമായുള്ള പ്രശ്നം തീർന്നെങ്കിലും പാർട്ടി ഘടകത്തിലൊന്നും അവരെ എടുത്തില്ല. പിന്നീട് വനിതാ ലീഗിൻ്റെ ഭാരവാഹിത്വത്തിലേക്ക് അവരെ ക്ഷണിച്ചെങ്കിലും അവർ താൽപ്പര്യപ്പെട്ടില്ല. യൂത്ത് ലീഗ് ദേശീയ നേതൃത്വത്തിലായിരുന്നു അവരുടെ താൽപ്പര്യം. അപ്പോഴൊന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്ന നെജ്മ തബ്ഷീറ തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളായ ലീഗ് അംഗങ്ങളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ ഭാരവാഹിയായി. PK നവാസിനെതിരായ കേസ് പിൻവലിച്ച് പാർട്ടിക്ക് വഴങ്ങാമെന്ന ഉറപ്പ് ഉമർ അറക്കൽ അടക്കമുള്ള പാർട്ടി നേതാക്കൾക്ക് നെജ്മ നൽകിയതാണ്.
ഈ ധാരണ പിന്നീട് തെറ്റി. മാർച്ച് ആദ്യവാരം മുതൽ വീണ്ടും നടന്ന ചർച്ചകൾക്ക് പിറകെയാണ് ഇപ്പോഴത്തെ ധാരണകൾ രൂപപ്പെട്ടത്. നെജുമക്കും തഹ്ലിയക്കും പിറകെ MSF നേതൃത്വത്തിന് എതിരെ കലാപം സൃഷ്ടിച്ച് MSFൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് ലത്തീഫ് തുറയൂരും KM ഫവാസും. ലീഗിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പിന്നീട് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥിയാവുകയും ചെയ്ത KS ഹംസക്കൊപ്പമാണ് ഇരുവരും പ്രവർത്തിച്ചിരുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. MSF ഔദ്യോഗിക നേതൃത്വം പുതിയ സംഭവ വികാസങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് കാത്തിരുന്ന് കാണണം. ഒരു അടഞ്ഞ അധ്യായമായ ഹരിത വിവാദം വീണ്ടും തുറന്നു വികസിപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴത്തേത്.